അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മതി വഴിയില്ലാതെ കുടുങ്ങിക്ക എന്റെ കയ്യിൽ നിന്നാണ് അമ്മ മരിച്ചത്. ആ ഇത് ജനങ്ങളറിയണ്ട്, തീരുമാനം എടുക്കണ്ടേ? ഞങ്ങൾ എവിടൊക്കെ ചെല്ലാതെ ഞങ്ങൾക്ക് അനുകൂല റിപ്പോർട്ട് ഇതുവരെ ഈ ഉദ്യോഗസ്ഥന്മാരെ കിട്ടിയില്ല. ഞങ്ങൾക്ക് പറഞ്ഞൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മലപ്പുറം പാണ്ടിക്കാട് കൊടശ്ശേരിയിലാണ് മൃതദേഹവുമായി ഈ കുടുംബം പ്രതിഷേധിക്കുന്നത്. വഴിമുടക്കിയെന്ന് ആരോപിച്ചാണ് മൃതദേഹവുമായി ഇവർ പ്രതിഷേധിക്കുന്നത്. അപ്പൊ ആ കുടുംബം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ വഴിമുടക്കി എന്ന്? സാറേ, കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 50 വർഷം ഇവിടെ താമസം തുടങ്ങിയിട്ട് ഈ 50 വർഷം താമസം തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം, ഓലിക്ക് 11 സെന്റ് സ്ഥലമാണ്. ആ 11 സെന്റ് സ്ഥലം നോക്കുമ്പോൾ പിന്നെ ഒരു 11 സെന്റ് കൊടുത്ത് പാപ്പ നോക്കുമ്പോൾ വില്ലേജ് കംപ്ലൈന്റ് ചെയ്യാൻ കാരണം ഒരു വഴി ആദ്യം തന്നെ മാന്തി ഒരു ലൈഫിന്റെ വീട് കയറ്റിയപ്പോൾ അത് കംപ്ലൈന്റ് ചെയ്തു, വില്ലേജ് കംപ്ലൈന്റ് ചെയ്തു. ഓല് വന്ന് അളന്ന് നോക്കുമ്പോൾ 14 സെന്റ് സ്ഥലമുണ്ട്. ഈ 14 സെന്റ് കൂടെ ഞങ്ങളെ വഴി പോണേ. ഈ വഴി വിട്ട് 14 സെന്റ് കൊടുത്തുള്ളൂ, ബാക്കി വഴി ഇങ്ങനത്താട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് വില്ലേജ് പിന്നെ കൊടുത്തു, കലക്ടറേറ്റ് കൊടുത്തു, പിന്നെ കലക്ടർ കൊടുത്തു, തഹസിൽദാർ വരെ കൊടുത്തു, പോലീസ് സ്റ്റേഷന് വരെ കൊടുത്തു, പഞ്ചായത്ത്. ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഭാഗത്തിന് അനുകൂലം കിട്ടിയിട്ടില്ല. അനുകൂലങ്ങളൊക്കെ ഓല ഭാഗത്തല്ലത്, ഓല ഭാഗത്ത്. ഞങ്ങൾ ചെന്നാൽ ഞങ്ങളോട് ചാടിക്കൊരക്ക, എന്താ നിങ്ങൾക്ക് പിന്നെ അവരെ സ്ഥലമല്ല, അവരെ സ്ഥലം. അവർക്ക് 11 സെന്റ് ഉള്ളൂ, 11 കോല് വീതി, 12 കോല് റോട്ടിൽ നിന്ന് ഈ നീളം വരെ ഉണ്ട്, 2 മീറ്റർ വഴിയുണ്ട്. അതെവിടെ പോയി? ഈ ഉദ്യോഗസ്ഥന്മാർ എന്താ വെച്ച് ചോദിക്കാത്ത? ഓലോട് മാത്രം എന്തിനീ വഴിയിൽ കക്കൂസും കുഴി കുത്തി? അതെന്താ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കാത്തത്? ആരെ ഓലോട് കക്കൂസും കുഴി കുത്താൻ? ഇപ്പോ അമ്മയാണോ മരിച്ചത്? അമ്മയാണ് മരിച്ചത്. അമ്മ മരിക്കാൻ കാരണം ഞങ്ങൾക്ക് വഴിയില്ലാത്തതുകൊണ്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി, അതുകൊണ്ടാണ് മരിക്കാൻ കാരണം. ഇപ്പോ എന്താണ് ഇപ്പോ ഉദ്യോഗസ്ഥർ പറയുന്നത്? എന്താണ് ഇപ്പോ ഉദ്യോഗസ്ഥർ പറയുന്നത്? നിങ്ങൾക്ക് നടക്കാൻ, നടന്നു പോകാൻ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനമായില്ലല്ലോ. ഞങ്ങളെ വയ്യല്ലേ, ഓലെ 11 സെന്റ് എന്നല്ല ഞങ്ങൾ വഴി ചോദിച്ചത്. ഇന്നത്തെ ഒറ്റ ദിവസത്തിന് ഞങ്ങൾക്ക് ഇന്നൊരു ദിവസത്തിന് കിട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എന്നൊക്കില്ല ആക്കത്തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെ വയ്യില് അവിടെ പുറത്ത് കറക്കൂല. അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മതി വഴിയില്ലാതെ കുടുങ്ങിക്ക എന്റെ കയ്യിൽ നിന്നാണ് അമ്മ മരിച്ചത്. ആ ഇത് ജനങ്ങളറിയണ്ട്, തീരുമാനം എടുക്കണ്ടേ? ഞങ്ങൾ എവിടൊക്കെ ചെല്ലാതെ ഞങ്ങൾക്ക് അനുകൂല റിപ്പോർട്ട് ഇതുവരെ ഈ ഉദ്യോഗസ്ഥന്മാരെ കിട്ടിയില്ല. ഞങ്ങൾക്ക് പറഞ്ഞൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് വർഷം ഉപയോഗിച്ചൊരു വഴിയാണ് 50 വർഷം ഉണ്ടായ വഴിയല്ലേ, അതിങ്ങനെ മുടക്കാൻ പറ്റുമോ? ഞങ്ങൾ ചോദിച്ചാണ് ഈ ഇവിടെ ഉണ്ടായ വഴി എവിടെ? ഒരു കായൊട്ട് വാങ്ങിയ സ്ഥലമാണ്. ആരെ അതിന് നടക്കാൻ പറ്റൂല. ഒരു കായൊട്ട് വാങ്ങിയ CSR വാങ്ങിക്കൊടുത്തിലേക്ക് ഒരു സ്ഥലം കക്കൂസും കുഴി കുത്താൻ. കക്കൂസും കുഴി കുത്തി ആരോലോട് നടക്കുന്ന വഴിയിൽ കക്കൂസും കുഴി കുത്താൻ പറഞ്ഞു. അതെന്താ ഈ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോ ഓലോട് ചോദിക്കാത്തത്? ഓലോട് ചോദിക്കണില്ലല്ലോ, ഞങ്ങളെത്തുക്കും വരില്ല. ഓലത് കേട്ട് ഇങ്ങോട്ടാണ് പോവുക. ആരെങ്കിലും വന്നാൽ അതൊക്കെ സാറേ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, അത് കേട്ടോണ്ട് പോവുക. പിന്നെ ഒരു അന്വേഷണം ഒരിക്കില്ല. ഉദ്യോഗസ്ഥർ പറയണ ഒരു ബോഡി കൊണ്ടകല ഇത് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ 15, 20, 40 കഴിച്ചു പോകണ്ട. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട കാലമാണ്, മനുഷ്യന്റെ കാര്യമാണ്. മരിച്ചില്ലാറാൻ പറ്റില്ല, വീണ്ടും പോലെ വിളിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് കിട്ടി. നമുക്ക് നടക്കാല വൈനെ കിട്ടണം. നമ്മൾ മൃതം എടുക്കുള്ളൂ, നടക്കാല വൈനെ കിട്ടണം. ഇത് ഇവിടെ മാറുന്ന പ്രശ്നമല്ല. ഈ മദ്യം പറഞ്ഞ നടക്കുമ്പോ എന്നൊരു മദ്യം പറഞ്ഞാൽ നടക്കും. അതിന് വിട്ടു കിട്ടൂല. ഇനി എന്ത് വന്നിട്ടും കാര്യമില്ല. CSR ഓലൊപ്പം നിന്ന് നിൽക്കാണ്, തഹസിൽദാർ സാറും ഓലൊപ്പാണ്. കണ്ണൂർ അത് കജ്ജം വിട്ടാണ് കാണുന്നത്. കുട്ടികളെ വിട്ടാണ് ഒരു അവരെ പോയ കജ്ജം വിട്ടു, ബാക്കി തടി ബാക്കിന് വിട്ടാണ് വിട്ടത്. കണ്ണൂർ അത് കൊടാതെ എന്റെ കുട്ടികളെ ഈ ചാടി സ്കൂൾക്ക് പോകും. പോയാൽ പോയാൽ കജ്ജലം വിട്ടു. കണ്ണൂരത് ഞാൻ കണ്ണൂർ വിട്ടു, കജ്ജമ്പേടെ വിട്ടു. കണ്ണൂർ തലമുറൊക്കെ കജ്ജമ്പേട് 100 മീറ്റർ കടന്നിട്ടാണ് മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ. മെയിൻ റോഡിലേക്ക് 100 മീറ്റർ എത്തണം. ഇങ്ങനെ നോക്കിങ്ങാണ്ട് ഓല് പറയുന്നു കേട്ടുകൊണ്ടാണ് പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥലം കായൊട്ട് വാങ്ങേണ്ടി വരും. അത് പറയുന്നത് തഹസിൽദാർ ഇങ്ങോട്ട് വന്നിക്കണത് കായൊട്ട് വാങ്ങേണ്ടി വരും. അത് പറയാൻ ആരാ മൂപ്പര്? അത് പറയാനാ തീരുമാനിച്ചാലല്ലേ ഓലെ വിളിച്ചത്? ഞാൻ മാറൂല, അത് ഉറപ്പായിട്ട് മാറും. ചത്താണ് കൂടാലും അമ്മ ഏതായാലും മരിച്ചു. ഞങ്ങളിൽ അമ്മ പോയി പോയി. അമ്മ പോയി തന്നെ കൂട്ടി ഞങ്ങൾ. ആ തീരുമാനം കിട്ടാൻ ഞങ്ങൾ മാറൂല. അത് തീരുമാനം ഇതുവരെ എന്താ കാരണം മാറൂല. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഒരുപാട് കാലം അവർ നടന്നൊരു വഴിയാണ്, പെട്ടെന്ന് അത് അടക്കുകയാണ്. ഇപ്പം അമ്മ മരിച്ചിട്ട് ഇനി ഉദ്യോഗസ്ഥർ ഈ വഴി പൂർണ്ണമായി തന്നാൽ, അത് അനുവദിച്ചാൽ മാത്രമേ അമ്മയുടെ ബോഡി എടുക്കൂ എന്നാണ് ഇവർ കുടുംബം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടുകാരും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് വർഷം ഇവർ നടന്നൊരു വഴിയാണ്, പെട്ടെന്ന് അത് അടക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്തായിരുന്നു നിലവിൽ സാഹചര്യം? അല്ല, അത് നമുക്കെല്ലാം അറിയുന്ന പോലെ, എനിക്കും നാട്ടുകാർക്ക് അറിയുന്ന പോലെ 50 വർഷമായിട്ടുള്ളൊരു വഴിയാണ്.
അപ്പോൾ ഇത് തർക്കം വന്നതിന് ശേഷം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന വില്ലേജ് വികസന സമിതി, താലൂക്ക് സഭ എല്ലാം ചർച്ച ചെയ്തൊരു ഉചിതമായ തീരുമാനത്തിലെത്താതെ നിൽക്കുകയും ഞങ്ങൾ പിന്മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ അവർ ഇല്ല 3 അടി പോലും മണ്ണിട്ട് മൂടുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ കുടുംബത്തിനായിട്ട് നമ്മളിന്ന് രാവിലെ എല്ലാവരും സംസാരിച്ചു. അവർ പറയുന്നത് കളക്ടർ ലെവലിലെ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വന്നിട്ട് ഒരു മാനുഷിക പരിഗണന എന്നുള്ള നിലയ്ക്ക് 3 അടി വഴിയെങ്കിലും രേഖാമൂലം നടന്നാലേ അമ്മയെ മരമാടുകയുള്ളൂ എന്നുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു 3 അടി വഴിയെങ്കിലും രേഖാമൂലം കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടുകാർക്കെല്ലാം പറയാനുള്ളത്. ഇത് തന്നെയാണ് ഇവർ നാട്ടുകാരും കുടുംബവും പറയുന്നത്. കാരണം ഈ രേഖാമൂലം ഉറപ്പ് ലഭിക്കണം, വഴി ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണ് ഈ കുടുംബവും നാട്ടുകാരും പറയുന്നത്. യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.